ആ ചേച്ചി പേരെന്തോന്നാണ്? എന്റെ പേര് ലേഖകുമാരി. എവിടെയാണ് സ്ഥലം? എന്റെ സ്ഥലം ഇവിടെ തന്നെ ധനുവച്ചൂരം. ഇപ്പൊ ധനുവച്ചൂരം ബ്ലാരിക്കുളങ്കര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പൊങ്കാലയിടാൻ വന്നിട്ട് എത്ര കൊല്ലമായി ചേച്ചി? ചേച്ചിയുടെ പേരെന്തോന്ന്? എന്റെ പേര് ലേഖകുമാരി. എത്ര കൊല്ലമായി പൊങ്കാല പൊങ്കാല തുടങ്ങിയിട്ട് 45 വർഷം വരെ ആയി. പക്ഷെ ഞാൻ ഇടാൻ തുടങ്ങിയിട്ട് 40 വർഷമേ ആയുള്ളൂ. ഇവിടെ പുതുതായിട്ട് 13 വർഷം ആയുള്ളൂ. ഈ 12 വർഷവും ഞാൻ മുടങ്ങാതെ ഇടുകയാണ്. ഇടുന്നതിന്റെ ഫലം എനിക്ക് അയ്യപ്പ സ്വാമി തരുന്നുണ്ട്. പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. എല്ലാ കാര്യവും എന്റെ കാര്യം നടക്കുന്നു. ഞാൻ വിളിച്ചപേക്ഷിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. നടന്നിട്ടുണ്ട്. ഞാൻ സങ്കടപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതുവരെ നടന്നിട്ടുണ്ട്. ആർക്ക് വേണ്ടിയാണ് പൊങ്കാല സമർപ്പിക്കുന്നത്? അയ്യപ്പന് വേണ്ടി? എന്റെ ദേവിക്ക് വേണ്ടി, അയ്യപ്പന് വേണ്ടിയിട്ടുമാണ്. ദേവിക്ക് വേണ്ടിയാണ് സാധാരണ പൊങ്കാല ഇടുന്നത്. പിന്നെ ധർമ്മശാസ്ത്രാവ് എന്നുള്ള നിലയില് എല്ലാരെയും കൂടെ മനസ്സിൽ സങ്കല്പിച്ചാണ് പൊങ്കാല ഇടുന്നത്. ഇട്ടതിൽ ഒരുപാട് എനിക്ക് ദേഹസുഖം കിട്ടിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എഴിക്കാൻ വയ്യാതെ കിടന്നവളാണ്. ഞാൻ ഈ വർഷം ഇടുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഇപ്പോഴിതാ എനിക്ക് അതിനുള്ള പറയണ കാര്യം അനുഭവം നടക്കും. ഈ കൊല്ലം വരുമ്പോ അടുത്ത കൊല്ലം ആ സമയമാകുമ്പോ ഇരിക്കാൻ പറ്റില്ല. ഇപ്രാവശ്യം ഞാൻ ഇടുന്നില്ല. എന്റെ ഭർത്താവിന് സുഖം ഇല്ലാത്തോണ്ട് ഇടുന്നില്ല എന്ന് വിചാരിച്ചു. ആ സമയം എനിക്ക് ഇന്നലെ വൈകുന്നേരം ആയപ്പോ ഇരിക്കാൻ പറ്റണില്ല. അരിയൊക്കെ വാങ്ങിച്ചോണ്ട് തരുന്നത്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ വേറൊരാളിന്റെ കൊടുത്തയച്ചാണ് അരിയൊക്കെ വാങ്ങിച്ചോണ്ട് വന്ന്. ഞാൻ എനിക്ക് സമയമായപ്പോ ഇരിക്കാൻ പറ്റണില്ല. ഞാൻ തിരളിയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം അവിച്ചു. എന്റെ ശരീരം സുഖമില്ല. എന്നാലും എന്നെ സുഖം ഇതുപോലെ കിട്ടുന്നെങ്കിൽ സുഖം കിട്ടുന്നത് വരെ ഞാൻ ഇടും. എനിക്ക് വിളിച്ച വിളി എല്ലാം കേട്ടിട്ടുണ്ട്. ദൈവം വിളിച്ച വിളി കേട്ടിട്ടുണ്ട്. അനുഭവസ്ഥയാണ് ഞാൻ. ചേച്ചിക്ക് എത്ര മക്കളാണ്? എനിക്ക് 2 മക്കളുണ്ട്. എന്ത് ചെയ്യുന്നു? മൂത്ത മോൻ ഫയർഫോഴ്സിൽ ജോലിയുണ്ട്. ഇളയ മോൻ വീട്ടിലുണ്ട്. അവിടത്തെ വിളി കൊണ്ട് തന്നെ എന്റെ മൂത്ത മോനൊരു ജോലി കിട്ടി. എന്റെ പ്രാർത്ഥനയും കരച്ചിലും കൊണ്ട് തന്നെ എന്റെ മോനൊരു ജോലി കിട്ടി. ഇനി എന്റെ ഇളയ മോന് ഒരെണ്ണം ദൈവം സഹായിക്കണേ എന്നുള്ള ഒരു പ്രാർത്ഥന. അതിനുവേണ്ടിയാണ് ഈ പൊങ്കാല. എനിക്ക് ശരീരസുഖവും ഉണ്ട്. ഒരുപാട് മാറ്റമുണ്ട്. ഞങ്ങൾ ഇവിടെ വീട് വെച്ചതിന് ശേഷം ഞങ്ങൾ ഇവിടെ വെച്ച് താമസമായിട്ട് 14 വർഷമായി. അന്ന് മുതൽ ഇന്ന് വരെയും ഭഗവാന്റെ ഒരു കടാക്ഷം ഉണ്ട്. ഒരു പച്ചവെള്ളത്തിന് പോലും ഇതുവരെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. കുടിവെള്ളത്തിന് പോലും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. വിളിക്കുന്ന വിളി എല്ലാം കേട്ടിട്ടുണ്ട്. അനുഭവമാണ് എനിക്ക്. കരഞ്ഞു വിളിച്ച വിളി കേൾക്കുന്നില്ല. ഈ വർഷം വരുമ്പോ അടുത്ത വർഷം പൊങ്കാലയുടെ ആ സമയമാകുമ്പോ വന്നിരിക്കും എന്ന് തോന്നും. എന്താന്ന് വിചാരിച്ചിരുന്നാലും തോന്നിപ്പോവും. ഭഗവതി അമ്മ അങ്ങനെയുള്ള അമ്മയാണ്. ആ അമ്മയെ വിളിച്ചാൽ അമ്മ വിളി കേട്ടിരിക്കും. എനിക്ക് അനുഭവമുണ്ട്. ലേഖ ചേച്ചിയാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. പൊങ്കാലയിടാൻ വന്നത് ധനുവച്ചൂരം ബ്ലാരിക്കുളങ്കര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് പൊങ്കാലയിടാൻ വന്നത്. ചേച്ചി പറയുന്ന കാര്യം നടക്കുമെന്നാണ് പറഞ്ഞത്. ഏത് വിളിച്ചാലും അയ്യപ്പൻ വിളി കേൾക്കുമെന്നാണ് പറഞ്ഞത്. ശാസ്ത്ര വിളി കേൾക്കുമെന്നാണ് പറഞ്ഞത്. അത്ര കോരിത്തരിക്കുന്നുണ്ട് ആ വാക്ക് കേട്ടപ്പോൾ തന്നെ. ഈ കൊല്ലം വരുമ്പോൾ അടുത്ത കൊല്ലം ചേച്ചി പൊങ്കാലയിടാൻ വരണമെന്ന ആശങ്കയിലാണ് പറയുന്നത്. അത്ര കരഞ്ഞുകൊണ്ടാണ് ചേച്ചി പൊങ്കാലയിടുന്നതെന്ന് പറയും. എന്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തു നിന്നും ബാഹുലയൻ.